പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹത്തിന്റെ ദിനമായിരുന്നു. ആയിരം വൈദികരെ പരിശീലിപ്പിച്ച മംഗലപ്പുഴ സെന്റ് ജോസഫ് സെമിനാരിയിലെ ഇന്നലെ എനിക്കും അതുപോലെ തന്നെ എൻ്റെ ബാച്ചിലെ ബഹുമാനപ്പെട്ട ഷിജു ചിറ്റാട്ടുകരയ്ക്കും ഇന്നലെ ഞങ്ങൾ 1-2 ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. കാരണം അത് വലിയൊരു അനുഗ്രഹത്തിന്റെ മണ്ണല്ലേ സഹോദരങ്ങളെ. ശരിക്കും അവിടെ പോയി കുറച്ച് നേരം അവിടെ ആ സ്ഥലത്ത് കാല് കുത്തിയപ്പോൾ തന്നെ ഭയങ്കരമായ ഒരു അനോയിന്റിങ് എനിക്ക് ഫീൽ ചെയ്തു. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, ഇത് നമ്മളുടെ അമ്മയുടെ, ഞങ്ങൾക്ക് ഭയങ്കര ഇന്നലെ ഞങ്ങൾ കുറച്ച് യാത്രയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ശരിക്കും കുറേ ജപമാല ചെല്ലാൻ പറ്റി. അമ്മയുടെ സാന്നിധ്യം പ്രിയ സഹോദരങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതിലൊക്കെ. ഇന്നലെ പറയുമ്പോൾ കുറേ കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിരുന്നു. 280ഓളം കിലോമീറ്റർ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് ഇന്നലെ. പക്ഷേ ഒരു ക്ഷീണം ഇല്ലാത്ത വിധത്തിൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ട്രാഫിക് ഏറ്റെടുക്കുന്നത് പോലെ ഒരു അനുഭവമാണ്. ഈ മുഖ്യമന്ത്രിക്ക് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മുൻപിലും പുറകിലും എസ്കോർട്ട് വാഹനങ്ങൾ റൂട്ട് ക്ലിയർ ആയില്ലേ, അതുപോലത്തെ ഒരു അനുഭവം. ഭയങ്കര മഴയൊക്കെയായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു തടസ്സമില്ലാത്ത വിധത്തിൽ ദൈവം കാര്യങ്ങൾ ക്രമീകരിച്ചു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സജഷൻ, നിങ്ങൾ യാത്ര ആരംഭിക്കുമ്പോൾ ഒരു ജപമാല തുടങ്ങി. ഇന്നലെ ഞങ്ങൾക്ക് 9 ജപമാല ഞങ്ങൾ എണ്ണിയിട്ടുണ്ട്. ഇനി ബാക്കി ഞങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ ശരിക്കും വലിയൊരു അനോയിന്റിങ്. അപ്പോൾ നിങ്ങൾ 9 ചെല്ലിയില്ലെങ്കിൽ പോലും ഒരു ജപമാല നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ജപമാല നിർബന്ധമായിട്ട് ചെല്ലാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ അത് വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവചനം 66:13 വചനം പറയാണ്, അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. അമ്മയെ പോലെ. അമ്മയുടെ പ്രത്യേകത നമുക്കറിയാം അല്ലേ. അതായത് നമ്മളുടെ അമ്മ മരിച്ചവർക്കാണ്. നിങ്ങൾ അമ്മയെ പോലെ ആശ്വസിപ്പിക്കും. എന്താ വെച്ചാൽ നിങ്ങളുടെ അമ്മ മരിച്ചു പോയി കഴിഞ്ഞാൽ ചിന്തിച്ചാൽ മതി. അമ്മ മരിച്ചവരോട് ചോദിച്ചാൽ മതി അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന്. ഒരുപക്ഷെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ അമ്മയുള്ളപ്പോൾ അമ്മയുടെ വില അറിയണമെന്നില്ല. അമ്മ നഷ്ടപ്പെട്ടാലാണ്. എനിക്കറിയാം, അമ്മ കുഞ്ഞുനാളിലൊക്കെ മരിച്ചു പോയ കുറേ പിള്ളേരെ എനിക്കറിയാം. അവരൊക്കെ ശരിക്കും അമ്മ എന്ന് പറയുമ്പോൾ എത്ര ആഗ്രഹത്തോടെയാണോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെ അമ്മ മരിച്ചു പോയാലും അമ്മ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും സ്വർഗീയ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നു പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവ്, നമ്മുടെ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, അതാണ് നമ്മുടെ ആത്മബലം. കർത്താവെ, എന്നെ കേൾക്കുന്ന ഓരോ മക്കളിലേക്കും ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം ആശ്വാസമായും കൃപയായും അനുഗ്രഹമായും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ അധികാരത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.